എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ വിട്ടൂരിൻ്റെ പ്രദേശത്ത് ഇപ്രകാരം കടന്നു വന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗിൽഗാൽ കുമ്പഴ സഭയുടെയും മിഷൻ ജ്യോതി മിനിസ്ട്രിയുടെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ മധ്യവിരുദ്ധ സന്ദേശ റാലിയിൽ ഇവിടെയും കടന്നു വരുവാൻ സർവവല്ലഭനായ കർത്താവ് കൃപ ചെയ്തല്ലോ. ഇന്ന് എവിടെ നോക്കിയാലും മനുഷ്യൻ അസ്വസ്ഥതയിലും അസമാധാനത്തിലുമായിരിക്കുന്ന സാഹചര്യമാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനത്തിന് വേണ്ടി അവൻ നെട്ടോട്ടം ഓടുമ്പോൾ അവൻ നേടുന്ന യാതൊരു കാര്യങ്ങൾക്കും അവൻ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു സമാധാനം പ്രാപിപ്പാൻ കഴിയാതെ വല്ലാതെയായിത്തീരുന്ന സാഹചര്യത്തിൽ യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്ന സമാധാനം താൽക്കാലികമാണ്, അതിന് ശാശ്വതമായി പരിഹാരം വരുത്തുവാൻ കഴിയുകയില്ല. എന്നാൽ യേശു ഒരുവന്റെ ജീവിതത്തിൽ സമാധാനം നൽകിയാൽ ആ സമാധാനം അവന്റെ ജീവിതത്തിന്റെ സകല മേഖലകളിലും അവന്റെ വിഷയങ്ങളിൽ പരിഹാരമായി വ്യാപരിപ്പാനിടയായിത്തീരും. ആ സമാധാന പ്രഭുവായ യേശുവിനെ കുറിച്ച് ചില വാക്കുകൾ നിങ്ങളോട് ഓർപ്പിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. കർത്താവിന്റെ ശുശ്രൂഷയിൽ അതിശക്തിയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മിഷൻ ജ്യോതി മിനിസ്ട്രിയുടെ പ്രവർത്തകൻ, അതിൻ്റെ സംഘാടകനുമായ കർത്താവിദാസൻ കെ മാത്യു മല്ലശ്ശേരി തുടർന്ന് നിങ്ങളോട് സംസാരിക്കാനിടയായി തീരും. കർത്താവിദാസനെ ക്ഷണിക്കുന്നു. അടുത്ത മകരയുമായി ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന ബഹുമാനപ്പെട്ട വെട്ടൂർ പ്രദേശവാസികൾക്ക് ഞങ്ങളുടെ ഹൃദയംഗമാകുന്ന സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. ഇന്ന് രാവിലെ കുമ്പഴയിൽ പ്രാർത്ഥിച്ചാരംഭിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്രയാണ് ഇവിടെ ഉച്ചയെടുക്കുന്ന സമയത്തിൽ വെട്ടൂർ ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. മിഷൻ ജ്യോതി ഗോസ്ബൽ മിനിസ്ട്രീസ് മല്ലശ്ശേരിയുടെയും കുമ്പഴ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗിൽഗാൽ ദൈവസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്രമീകരിക്കപ്പെട്ട ലഹരി വിരുദ്ധ സമാധാന സന്ദേശമാണ്. ഒരുപക്ഷേ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാകുന്ന നിങ്ങളുടെ ചിലരുടെയെങ്കിലും ഹൃദയത്തിൽ തോന്നാതിരിക്കുകയില്ല, ഇവർക്ക് ചൂടില്ലേ, ഇവർക്ക് വെയിലിന്റെ പ്രശ്നമില്ലേ, ഇത്ര അത്യുഷ്ണത്തിൽ ചൂട് നിറഞ്ഞു നിൽക്കുന്ന ഈ ഉച്ചയെടുക്കുന്ന സമയത്തിൽ അതെ 10, 80, 70 ഒക്കെ വയസ്സുള്ള അമ്മമാര്, അപ്പച്ചന്മാര്, ചെറുപ്പക്കാര് തങ്ങളുടെ ജീവിതത്തിന്റെ സ്വസ്ഥവും സമാധാനമായിട്ട് ശീതീകരിക്കപ്പെട്ട മുറിക്കുള്ളിൽ ഇപ്പോൾ വിശ്രമിക്കേണ്ട സമയത്ത് ശീതീകരണ മുറിയിൽ നിന്നും പുറത്തിറങ്ങി ഈ പട്ടാപ്പകലിൽ വെയിൽ കൊണ്ട് ഇപ്രകാരം തെരുവുകളിൽ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് എന്താണ് പ്രയോജനം? പ്രിയരെ, ഇത് ഞങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടല്ല, എന്നാൽ മറിച്ച് ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന, ഞങ്ങൾ പ്രചരിപ്പിക്കുന്ന കർത്താവാകുന്ന യേശു ക്രിസ്തുവിനോട് ലഭിച്ചു. ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ പ്രകാരം ചിന്തിക്കുന്നവരായിരുന്നു. തിരുവാരങ്ങളിൽ ഘോരം പ്രസംഗിക്കുന്ന സുവിശേഷകരെ എന്തോ ഹീനജാതികളെ പോലെ, ഹീന മനുഷ്യരെ പോലെ എന്തോ മോശമായ രീതിയിൽ കണ്ണ് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്രകാരമുള്ള ഉപദേശിമാരുടെ വാക്കുകൾ ഞങ്ങൾക്ക് ഒരു നീചപരമായി തോന്നിയിട്ടുണ്ട്, ഹീനപരമായി തോന്നിയിട്ടുണ്ട്. മോശമായ രീതിയിൽ സുഖമല്ലാത്ത വാക്കുകളൊക്കെ ഞങ്ങൾ അവരോട് സംസാരിച്ചിട്ടുണ്ട്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ഈശ്വരബോധം ഞങ്ങൾ എത്രയുണ്ടായിരുന്നു, ദൈവിക ചിന്ത ഞങ്ങളിൽ ഇല്ലായിരുന്നു. പലപ്പോഴും യൗവനത്തിന്റെ ചോരത്തിളപ്പിൽ യഥേഷ്ടം തന്നിഷ്ടപ്രകാരം ഓടിയവരായിരുന്നു. എന്നാൽ കാലചക്രത്തിന്റെ നീക്കത്തെങ്കിൽ ഞങ്ങളെയും യേശുവിനാൽ പിടിക്കപ്പെട്ടു. ഞാൻ ബാല്യപ്രായത്തിൽ ഒരു പോളിയോ രോഗിയായിരുന്നു. ഇന്നേക്ക്
45-50 വർഷത്തിന് മുൻപ് ഞാൻ UP സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പോളിയോ രോഗിയായിട്ട് എന്റെ കാലുകൾ മടങ്ങിപ്പോയി. 5 പതിറ്റാണ്ടിന് മുൻപുള്ള വൈദ്യശാസ്ത്രത്തിന്റെ ആ സാഹചര്യത്തിൽ വന്നിട്ട് വൈദ്യന്മാര് ഡോക്ടർമാർ വിധി എഴുതി ഈ കുഞ്ഞ് ജീവനോടെ ഇരിക്കുകയില്ല, ഇരുന്നാൽ തന്നെയും 2 കാലും പോളിയോ രോഗത്താൽ മടങ്ങി വികലാംഗനായ ജീവിക്കുകയുള്ളൂ. ഒരുപക്ഷേ അന്ന് എന്റെ അമ്മ എന്നെ ഈശ്വരന് വേണ്ടി സമർപ്പിച്ചു. ഈ പ്രപഞ്ചത്തിൽ ഒരു സത്യമുണ്ടായെങ്കിൽ, ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടായെങ്കിൽ, ജീവിക്കുന്ന ഒരു ദൈവമുണ്ടായെങ്കിൽ എന്റെ ഈ കുഞ്ഞിനെ അംഗവൈകല്യമില്ലാതെ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ഈശ്വരാനുഗ്രഹത്താൽ ഇന്ന് മധ്യവയസ്സ് കഴിഞ്ഞതാവുന്ന ഞാൻ 2 കാലിൽ ഊന്നി നിൽക്കണമെങ്കിൽ അത് ഞങ്ങൾ വിശ്വസിക്കുന്ന എന്റെ അമ്മയുടെ ഒരു പ്രാർത്ഥനയുടെ കാരണമാണ്. അല്ലെങ്കിൽ ഇന്നൊരു പക്ഷേ ഭൂമിയിൽ ജീവനോടെ കാണുകയില്ലായിരുന്നു. കണ്ടാൽ തന്നെയും 2 കാപ്പിക്കമ്പ് 2 കരകളിലും പിടിച്ച് കാപ്പിക്കമ്പിൽ കാലുറ്റി പാമ്പ് മരത്തിൽ കയറുന്ന പോലെ 2 കാല് മോഞ്ഞ് 2 കമ്പിൽ കാലുറ്റി നടക്കേണ്ടവനായിരുന്നു. ദൈവമാണ് അതിന് നീക്കുപോക്ക് തന്നത്. അങ്ങനെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കഴിഞ്ഞകാല അനുഭവങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഒത്തിരി പറയുവാനുണ്ട്. ഇഷ്ടമുണ്ടായിട്ടല്ല പ്രിയരെ, താല്പര്യമുണ്ടായിട്ടല്ല ഈ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ വക്താവായി തീരുവാൻ കാരണമായത്. മറ്റൊരു ജോലി ഇല്ലാഞ്ഞിട്ടല്ല, വേറൊരു തൊഴിലില്ലാഞ്ഞിട്ടല്ല. എന്നാൽ ഞങ്ങൾക്കൊക്കെ എത്ര പറഞ്ഞാലും മതിയാകാതെ വന്നും ഞങ്ങളുടെ വായിൽ സന്തോഷത്തിന്റെ വാക്കുകളുണ്ട്, വിടുതലിന്റെ വാക്കുകളുണ്ട്. മഹാരോഗത്താൽ ഭാരപ്പെട്ട് മരണത്തോട് മല്ലടിച്ചവരുണ്ട്. എന്റെ അടുത്ത് നിൽക്കുന്ന പാസ്റ്റർ മനോജ് വയനാടിന്റെ ഒരു പ്രദേശത്തിൽ അറിയപ്പെട്ട മദ്യപാനിയായിരുന്നു. മയക്കുമരുന്നിന്റെ ഉൽപ്പന്നങ്ങൾ കർണാടകത്തിൽ നിന്നും ബോർഡറിന്റെ പുറത്തു നിന്നും വാങ്ങിക്കൊണ്ടുവന്ന് സ്വന്തം ദേശത്തിൽ അത് വിറ്റ് അങ്ങനെ പൈസ ഉണ്ടാക്കി അങ്ങനെ പിന്നെയും മദ്യപാനിയായി ജീവിച്ച ഒരു നല്ല മദ്യപാനിയായിരുന്നു. ഞങ്ങൾക്കൊക്കെ വാദവരാതെ നന്ദിയോടെ സന്തോഷത്തോടെ പറയുവാനുണ്ട്. കാരണം ഞങ്ങളുടെ യേശു വിടുവിച്ചു. എന്റെ പ്രിയരെ, നമുക്കറിയാം ഇന്ന് കാലഘട്ടം വല്ലാത്ത പ്രതിസന്ധികളെയാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അതിപ്രസര നിമിത്തമായിട്ട് ഏറെക്കുറെ നമ്മളുടെ നല്ലൊരു സമൂഹം അതപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, 2 ദിവസം മുമ്പ് നമ്മൾ മീഡിയകളിലൂടെയും പത്രങ്ങളിലൊക്കെ വായിച്ചാണ് വിവാഹത്തിന് വേണ്ടി വളരെ ഒരുങ്ങി വന്നതാകുന്ന വധു വിവാഹ മണ്ഡപത്തിൽ ഇരിക്കുമ്പോൾ തന്നെ വരൻ വരുവാൻ താമസിച്ചു. വരന്റെ വീട്ടുകാർ വരുവാൻ താമസിച്ചു. ലാസ്റ്റിൽ വരൻ വന്നതോ മദ്യപിച്ച് മധോന്മത്തനായിട്ട് ലക്കാനമില്ലാതെയായിട്ട് ആ വിവാഹം മനസ്സിപ്പോയി. ആ പെൺകുട്ടി ഭാഗ്യവതി. അന്ന് വിവാഹം ഒരുപക്ഷേ നടന്നിരുന്നെങ്കിൽ ആ പെൺകുട്ടിയും പെൺകുട്ടിയുടെ വീട്ടുകാരും എത്ര വേദനയിലും ഭാരത്തിലും ദുഃഖത്തിലുമാകുമായിരുന്നു. അവിടെ വിവാഹവേദിയിൽ ആ വിവാഹ മണ്ഡപത്തിൽ ആ വരനാ ചെറുപ്പക്കാരൻ വരുവാൻ വൈകിയതുകൊണ്ടും മദ്യത്തിന്റെ അതിപ്രസരം തനിക്ക് മനസ്സിലായതുകൊണ്ടും അസാധുവായ പെൺകുട്ടിക്ക് ആ വിവാഹത്തിൽ ഏർപ്പെടാതിരിക്കുവാനും ഒരുപക്ഷെ അല്പം സാഹചര്യപരമായിട്ട് ഭേദങ്ങളും ഭാരങ്ങളും ഉണ്ടായെങ്കിലും ആ വിവാഹം ഒഴിഞ്ഞു പോകുവാൻ കാരണമായി നോക്കണേ മദ്യം വരുത്തി വെക്കുന്ന ആപത്തുകൾ, മദ്യം വരുത്തി വെക്കുന്ന വിപത്തുകൾ എത്ര ശോചനീയമാണ്, എത്ര ദുഃഖകരമാണ്. പതിനഞ്ചോളം പണിയെടുത്തുകൊണ്ട് കിട്ടുന്ന കൂലിപ്പണി ചെയ്തും മറ്റുമൊക്കെ കിട്ടുന്ന തുച്ഛമായ നാണയത്തൊട്ടുകൾ പ്രദേശങ്ങളിലെ മദ്യ വ്യാപാരികൾക്ക് കൊടുത്തിട്ട് മദ്യം വാങ്ങി മുറ്റുമായി കുടിച്ചിട്ട് നിൽക്കുന്ന കാലമില്ലാതെ വീടറിയാതെ വഴിയോരങ്ങളിൽ ഉറങ്ങുന്ന എത്ര പേരെ നമുക്കറിയാം. ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾ, മാന്യമായി ധരിക്കുവാനോ മാന്യമായി ഭക്ഷിക്കുവാനോ വീട്ടിൽ സാധന വസ്ത്രമോ ഭക്ഷണമില്ലാത്ത വീട്ടമ്മമാർ. ഒരു പെൺകുട്ടി വളർന്നു വന്നാൽ അതിന് പ്രായമായി വകതിരിവാകുന്ന കാലം മുതൽ ചിന്തിക്കുന്നത് ഒരു നല്ല വരനെ എനിക്ക് വേണം, എന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ വേണം, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ടാകണം, എനിക്ക് ഇങ്ങനെ ഒരു വീട് വെക്കണം, എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം പടുത്തുയർത്തണം. അങ്ങനെ ജീവിതത്തിൽ 100 സ്വപ്നങ്ങളുമായിട്ട് വിവാഹവേദിയിൽ ചെന്ന് വിവാഹിതയായി 2 നാൾ കഴിയുമ്പോൾ ആ യൗവനക്കാരി അറിയുകയാണ് തന്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണ്, ഒരു മയക്കുമരുന്നിന് അടിമയാണ് എന്നറിയുമ്പോൾ ആ ജീവിതത്തിൽ ആകെ ആ പെൺകുട്ടി തകർന്നു പോകുകയാണ്. ഒഴിഞ്ഞു വരാൻ പറ്റുകയില്ല. പിന്നീട് ഒരു വാക്കുണ്ട്, ഇതെന്റെ വിധിയാണ്. വിധി എന്നുള്ളതാകുന്ന 2 അക്ഷരം പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ വരുന്നതിനെല്ലാം
തന്നെ താൻ തയ്യാറാക്കുകയാണ്. എത്ര ദുഃഖകരം! അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, എനിക്കറിയാം, എന്റെ സ്നേഹിതന്മാരെ, എന്റെ പ്രിയപ്പെട്ടവർ അനേകരെ എനിക്കറിയാം. ആ വീടുകളിൽ അവർ മദ്യപാന നിമിത്തമായിട്ട് ആ പാവം പിടിച്ച കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വ്യഥകൾ, വേദനകൾ, ഭാരങ്ങൾ, അവർക്കുണ്ടാകുന്ന അപകർഷതാ ബോധങ്ങൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെയുള്ള വീടുകളിൽ പിതാവരോ ഒരു മഹാമദ്യപാനിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ വളർച്ച, അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളതാകുന്ന വസ്ത്രങ്ങൾ, ഭക്ഷണങ്ങൾ, മറ്റുള്ള ആ കാര്യങ്ങൾ, ഇതിലേറെ പറഞ്ഞു മാനം വരെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ. മക്കളെ, മദ്യവും മയക്കുമരുന്നും ഇന്ന് വലിയ ആപത്ത് വരുത്തിക്കൊണ്ടിരിക്കുന്നു. നല്ല സമൂഹം, നല്ല ചെറുപ്പക്കാരായിരിക്കുന്ന, നല്ല ആരോഗ്യവാന്മാരായിരിക്കുന്ന പലരും പറയാറുണ്ട്, അച്ഛാ ഇത് നിർത്തണം, നായകനെ കൊണ്ട് പക്ഷെ സാധിക്കുന്നില്ല. പാസ്റ്റർ, ഈ മദ്യപാനത്തിൽ നിന്നും മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്നൊക്കെ ഒന്ന് മാറണം ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. എന്താണ് ഇതിന് പോകാൻ വഴിയെന്ന് ആത്മാർത്ഥമായിട്ട് പലരും വന്ന് ചോദിക്കാറുണ്ട്. പലരും അതിനെതിരെയുള്ള അഡീഷണൽ സെന്ററിലൊക്കെ കൊണ്ടുപോയി ചികിത്സകൾ നടത്തി ചില ആഴ്ചകൾ, മാസങ്ങൾ, ഒരു വർഷം വരെയൊക്കെ അവര് ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരിക്കും. പിന്നെയും അവർ ഈ പടുകുഴിയിലേക്ക് ചെന്ന് അത് പതിച്ച് നിവദിക്കുകയാണ്. മാറാൻ പറ്റുകയില്ല പ്രിയരെ, മാറാൻ പറ്റുകയില്ല. എനിക്ക് പരിചയക്കാരായിരിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. പല ഉദ്യോഗസ്ഥന്മാരും പറയാറുണ്ട്, പാസ്റ്റർ ഞങ്ങൾ ചെയ്യുന്നത് നിയമത്തിന്റെ ഒരു ജോലിയാണ്, പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് ധർമ്മത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽപ്പെട്ട പല ഉദ്യോഗസ്ഥന്മാരും പറയാറുണ്ട്, ഞങ്ങൾ വിടപ്പായിരിക്കുകയാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ചെറിയ ചെറിയ മാറ്റുകളും അതുപോലെ ലഹരി വസ്തുക്കളുടെ വിപണനങ്ങളൊക്കെ വളരെ നടന്നുകൊണ്ടിരിക്കുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ആകെ പ്രതിപറ്റിയ അവസ്ഥകളാണ്. അവർക്കാർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവിടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഞങ്ങളെ വിളിക്കുക, ഞങ്ങളുടെ ഓരോരോ പ്രോഗ്രാമിന് വരുമ്പോൾ, ഞങ്ങളുടെ ഓരോരോ മീറ്റിങ്ങുകൾക്ക് വരുമ്പോൾ, ഓരോ പ്രോഗ്രാമിനെയും ബ്ലോക്ക് അപ്പ് ചെയ്യുവാനൊക്കെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ പ്രവൃത്തിയാണ്, ഇത് ഞങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായത്, ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്, ഞങ്ങൾക്ക് ചില നിയമങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെയുള്ളതാകുന്ന ധാർമ്മികമാകുന്ന ബോധമുള്ള, മാനുഷിക മൂല്യം നഷ്ടപ്പെടാത്ത ചില ഉദ്യോഗസ്ഥന്മാരും ചില നല്ല മനുഷ്യ സ്ത്രീകളൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെയൊക്കെ നല്ല നല്ല പ്രോത്സാഹനങ്ങൾ, അവരുടെയൊക്കെ വായിലൂടെ കേൾക്കുന്ന നല്ല നല്ല വാക്കുകൾ ഞങ്ങളെ ഇതും കൊണ്ട് പിന്നെ ഈ തെരുവിലേക്ക് ഇറങ്ങുവാൻ തക്കോളം ഞങ്ങൾ ഭ്രാന്തരാക്കുകയാണ്, ഞങ്ങൾ പ്രേരിതരാക്കുകയാണ്. അതുകൊണ്ടാണ് ഈ അമ്മച്ചിമാരൊക്കെ ഞങ്ങളുടെ കൂടെ നടക്കുന്നത്. നോക്കണമേ, 80 വയസ്സായ അമ്മച്ചിമാർ വരെയുണ്ട് ഞങ്ങളോട് ഈ വെയിലത്ത് നിൽക്കുന്നുണ്ട്. എന്താണ് കാരണം? ഇതിന്റെയൊക്കെ പിന്നിൽ ചില ചിന്തകളുണ്ട് പ്രിയരെ. നമ്മുടെ അയൽവാസിയായിരിക്കുന്ന ഒരു മദ്യപാനിയായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ, നമ്മുടെ അയൽവാസിയായിരിക്കുന്ന ഒരു മയക്കുമരുന്നിന് അടിമപ്പെട്ടവനുണ്ടെങ്കിൽ ആ നാടിന് സ്വൈര്യതയുണ്ടോ? ആ നാടിന് സ്വസ്ഥതയുണ്ടോ? നമുക്ക് വലിയ വീട് വെച്ചു എന്ന് കരുതിയോ, വലിയ ഗേറ്റ് പണിഞ്ഞു എന്ന് കരുതിയോ സമാധാനം കിട്ടുകയില്ല പ്രിയരെ. സമാധാനം നഷ്ടപ്പെടുന്ന വിധത്തിൽ നിന്ന് മദ്യവും മയക്കുമരുന്നും നമ്മുടെ സമൂഹത്തിൽ ഇതാ വിരകിച്ചുകൊണ്ടിരിക്കുകയാണ്, വിരാജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ അയൽവാസികളായിരിക്കുന്ന ചില നല്ല മദ്യപാനികൾ, ഭ്രാന്തന്മാരായ മദ്യപാനികളുണ്ട് എന്ന് കരുതുക. ആ മദ്യപാനി നമ്മുടെ അയൽവാസിയായിരിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ യവനക്കാരിയാകുന്ന ഒരു ഭാര്യയും പ്രായപൂർത്തിയായവരുടെ 2 പെൺകുഞ്ഞുങ്ങളുമുണ്ട്. പക്ഷേ എന്റെ പൊന്നിച്ചേട്ട, ചങ്കത്ത് നേരെ വെള്ളം ചൂണ്ടിക്കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, തൊട്ടയൽവക്കത്ത് ലഹരിമരുന്നിന് അടിമപ്പെട്ട ഒരു പ്രാന്തൻ ഉണ്ടെങ്കിൽ നിന്റെ മക്കളെ പുറത്തുപോയാൽ നിനക്ക് സമാധാനമുണ്ടോ? ഇല്ല. എന്റെ അനുഭവമാണ്. 26 വയസ്സോളം എന്റെ അടുത്ത പെൺകുഞ്ഞുങ്ങളുള്ള ഒരു പിതാവാണ് ഞാൻ. കുഞ്ഞുങ്ങൾ പുറത്തുപോയാൽ മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു, ബസ് സ്റ്റോപ്പിൽ എന്ത് സംഭവിച്ചു, ബസ് യാത്രയിൽ എന്ത് സംഭവിച്ചു, എവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള ഉൾഭയമുണ്ട്. കാരണം ഇന്ന് കാലം അപ്രകാരം അപപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം പറയുകയാണ്, ഇന്നത്തെ കണ്ടീഷനിൽ നല്ല വീട് വെക്കണമെങ്കിൽ 60 ലക്ഷം 70 ലക്ഷം ഒക്കെ വീട്, സ്വാഭാവികമായിട്ട് 70 ലക്ഷം രൂപയുടെ വീടൊക്കെ വേണം. പണ്ടൊക്കെ വെറും 70 രൂപ ഉണ്ടായിരുന്നെങ്കിൽ 4 കെട്ട് ഓല വാങ്ങിച്ചൊരു വീട് വെക്കാമായിരുന്നു. ഇന്ന് 70 ലക്ഷം രൂപയുണ്ടെങ്കിലും പണി വീടുകൾ പൂർത്തീകരിച്ചു എന്ന് തോന്നുമ്പോൾ പിന്നെയും പലയിടത്തും പണിയാനുണ്ട്, പല വർക്കുകൾ തീർക്കാനുണ്ടെന്നാണ് പറയുന്നത്. 10, 70, 80, 1 കോടിയോ 1.5 കോടിയോ 2 കോടിയോ രൂപ വില മുടക്കി ഒരു വലിയ ബംഗ്ലാവ് പണിഞ്ഞു എന്ന് കരുതുക. അതിന് ചുറ്റിനും 10, 20, 30 ലക്ഷം രൂപ മുടക്കി, അല്ലെ 10, 15 ലക്ഷം രൂപ മുടക്കി നല്ലൊരു ഉയർന്ന മതിൽ പണിതു നീ കരുതുക. അതിന്റെ ഫ്രണ്ടില് ആർക്കും തകർക്കാൻ പറ്റാത്ത നല്ല നല്ല ബിൽഡിംഗ് വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ കൊണ്ട് നല്ലൊരു ഗേറ്റ് വെച്ചു എന്ന് കരുതുക. വീടിന്റെ ഫ്രണ്ട് ഗേറ്റില് ഒരു നല്ല ബൂട്ട് വെച്ചു എന്ന് കരുതുക. വീടിന് നല്ലൊരു വാതിൽ വെച്ചിട്ട് നല്ല ഗോദ്രേജിന്റെയോ
മറ്റ് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന നല്ല നല്ല പൂട്ടുകളുടെ പൂട്ടി എന്ന് കരുതുക. സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുമോ? നീ വെച്ച കോടികളുടെ വീട്ടിൽ ലക്ഷങ്ങളും വിലയുള്ളതാകുന്ന കട്ടിലും അതിൽ ലക്ഷങ്ങൾ വിലയുള്ളതാകുന്ന കിടക്കയും അതിൽ പതിനായിരങ്ങൾ വരെയുള്ള ബെഡ്ഷീറ്റും 1000 വരെയുള്ളതാകുന്ന തലയണയൊക്കെ വെച്ചുകൊണ്ട് കിടന്നാലും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു കഥക് അതിന്റെ കട്ടളയിൽ കിടന്നുകൊണ്ട് ജാവരിയിൽ കിടന്ന് തിരിഞ്ഞും ആ കഥക് കട്ടളയിൽ കിടന്ന് കറങ്ങുന്നത് പോലെ എത്രയോ പേര് സമാധാനമില്ലാതെ കിടക്കയിൽ കിടന്നുകൊണ്ട് തിരികെയും ചെയ്തുകൊണ്ട് പ്രഭാതമാകുവാൻ വേണ്ടി കാത്തിരിക്കുന്ന എത്ര പേരുടെ ഗതിയാണ്. കാരണം എന്താണെന്നറിയോ? സമാധാനമില്ല. നാളത്തെ ബിസിനസിനെ കുറിച്ച് ഓർക്കുമ്പോൾ സമാധാനമില്ല. ജീവിതത്തിന്റെ പല പ്രശ്നങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ സമാധാനമില്ല. താളം തെറ്റിയ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ഓർക്കുമ്പോൾ സമാധാനമില്ല. സാമ്പത്തിക കടബാധ്യതകളെ കുറിച്ച് ഓർക്കുമ്പോൾ സമാധാനമില്ല. ഭാര്യയുടെ രോഗപ്രശ്നങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ സമാധാനമില്ല. തന്റെ ശരീരത്തിൽ അധ്വാനിച്ചുകൊണ്ട് ഓടി നടക്കുമ്പോഴും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും വീടിന് വേണ്ടി അധ്വാനിക്കുമ്പോഴും തന്റെ ശരീരത്തിൽ കടന്നു കയറിയിരിക്കുന്ന ചില രോഗങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ സമാധാനമില്ല. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ സമാധാനമില്ല. വീട് മെല്ലോസല്ല എന്ന് ഓർക്കുമ്പോൾ സമാധാനമില്ല. അങ്ങനെ 100 പ്രശ്നങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ സമാധാനമില്ലാതെ ഒരു കട്ടളയിൽ കിടക്കുന്ന കഥക് അത് തുറന്നും തിരിഞ്ഞും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന പോലെ കിടക്കയിൽ കിടക്കുന്ന മനുഷ്യന് സമാധാനമില്ലാതെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നു, ചെറ്റക്കുളിലായാലും ലക്ഷങ്ങൾ മുടക്കിയ വീട്ടിലായാലും ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ട് ദൈവമേ സംരക്ഷിക്കണമേ, കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കയിൽ കിടന്നാൽ നേരം വെളുത്ത് ഒരുപക്ഷെ അലാറം വെക്കുന്നവരാണെങ്കിൽ അലാറം വെച്ചുകൊണ്ട് അലാറത്തിന് സൗണ്ട് കേട്ട് അലാറം വെക്കാത്തവരാണെങ്കിൽ കറക്റ്റ് സമയത്തിന് രാവിലെ എഴുന്നേറ്റ് തങ്ങൾക്കുള്ള ജോലി ദിനകൃത്യങ്ങളിലേക്ക് ഏർപ്പെടുന്നു. സമാധാനമുണ്ട്, സമാധാനം. ഇത് കടയിൽ നിന്ന് വാങ്ങാൻ പറ്റുകയില്ല. ഇന്ന് മുഖ്യന് 300 സൂപ്പർ മാർക്കറ്റുകളാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന കുഞ്ഞുങ്ങളൊക്കെ എന്തെങ്കിലും നാട്ടിൽ ചെയ്യണമല്ലോ എന്ന് കരുതി ആ വരുന്ന ആവേശത്തിൽ നാടിന്റെ സ്ഥിതിഗതികൾ അറിയാതെ കൊണ്ട് അവർ ബിസിനസ് തുടങ്ങുന്നു. ഓരോ വീടിന് ഓരോ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. നമ്മുടെയൊക്കെ ഏരിയകൾ മിനി സൂപ്പർ മാർക്കറ്റുകൾ. അവിടെ ചെന്ന് പറയുകയാണ്, സ്നേഹിത, ഒരു 5000 രൂപയുടെ സമാധാനം തരണേ എന്ന് പറഞ്ഞാൽ സമാധാനം കിട്ടുമോ? നല്ലൊരു കടയിൽ പോയി പറയുകയാണ്, എനിക്ക് 100 രൂപയുടെ സമാധാനം തരണേ എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞു കെട്ടി സമാധാനം കിട്ടുമോ? സ്നേഹിത, ഇല്ലവേ ഇല്ല. നിനക്ക് സമാധാനം ഉണ്ടാകണമെങ്കിൽ ഈശ്വരബോധമുള്ളവരായിരിക്കണം. പലപ്പോഴും ഞങ്ങളുടെ പെന്തക്കോസ്ത് വിശ്വാസ ചിന്തകൾക്ക് അപ്പുറമായിട്ട് ഞാൻ പറയാറുണ്ട്, ഈശ്വരബോധം എല്ലാവർക്കും ഉണ്ടാകണം. നമുക്കറിയാം, കഴിഞ്ഞ ചില കാലഘട്ടങ്ങളിൽ ഓണം ഒരു 4-5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഓണം എന്നുള്ളതാകുന്ന മഹോത്സവം കേരളത്തിൽ ഉണ്ടാകുന്നത് അവിടെ ക്രിസ്ത്യാനിയില്ല, അത് മുസ്ലിം എന്നില്ല, അവിടെ ഹിന്ദു എന്നില്ല, എല്ലാവരും ചേർന്നത് ആഘോഷിക്കുമായിരുന്നു. അതായത് ക്രിസ്തുമസ് ഉണ്ടായാൽ അയൽവാസികളായിരിക്കുന്ന ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനി എല്ലാവരും ചേർന്ന് ആഘോഷിക്കുമായിരുന്നു. നമുക്ക് ഈദും അപ്രകാരമുള്ളതാകുന്ന ഉത്സവങ്ങൾ വരുമ്പോൾ ജാതിമത വർഗവർണ്ണ ചിന്തകളില്ലാതെ എല്ലാവരും ആഘോഷിച്ചതിന് കാണുന്നില്ലേ? എന്നാൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു? മനുഷ്യൻ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് അയൽവാസിയുടെ കഴുത്തിൽ കത്തിവയ്ക്കുന്ന നീച്ചമാകുന്ന ഹീനമാകുന്ന അതപ്രതിഷ്ഠ മണ്ഡലത്തിലേക്ക് നമ്മളുടെ പ്രദേശങ്ങൾ വിട്ടുമാറുന്നില്ലേ? അഥവാകുന്ന രാഷ്ട്രീയ ബോധങ്ങൾ, അഥവാകുന്ന രാഷ്ട്രീയ ചിന്തകൾ, കർത്തവെന്നും നിർത്തവെന്നുമുള്ള ബോധങ്ങൾ. സമ്പന്നൻ കരുതുന്നു ഞാൻ സമ്പന്നനാണെന്ന്, ദരിദ്രൻ പറയുന്നു ദരിദ്രന്റെ സമ്പന്നന്റെ സമ്മതം കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അവനെ ഞാൻ പിടിച്ചു പറിക്കുമെന്ന്. ഇവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ്, പ്രിയരെ, പ്രശ്നങ്ങളാണ്. നോക്കണേ, എനിക്ക് ഓർമ്മയുണ്ട്, മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും ഹിന്ദുവായാലും ഒരുപോലെ ഉത്സവങ്ങൾ ആചരിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ അതിനും കിട്ടുകയില്ല, ഇനി അത് കിട്ടാൻ പോകുന്നില്ല. കാരണം ഹീനവും നീശമാകുന്ന കുറച്ച് രാഷ്ട്രീയ ബോധങ്ങൾ മനുഷ്യനെ കടന്നു കയറി എവിടെ നിന്നൊക്കെ കടന്നു വന്നു. അത് നിമിത്തമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമുക്ക് ശത്രുക്കളായിട്ട് കാണുന്ന ഹീനമാകുന്ന കാഴ്ചപ്പാട് മനുഷ്യനെ കാണാൻ സാധിക്കത്തില്ല. മിഷൻ ജ്യോതി ഗോസ്പൽ മിനിസ്ട്രീസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ തന്നെ മിഷൻ ജ്യോതി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രവർത്തനമുണ്ട്. നിരവധി തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളും അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. കേരള മധ്യനിരോധന സമിതി എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ അല്ല ഇന്ത്യയിൽ തന്നെ ഇന്ന് വളരെ വ്യാപിച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റാണ് ഞാൻ. വിവിധ സാമൂഹിക പശ്ചാത്തലങ്ങളുള്ള നിരവധി പേർ ഞങ്ങൾ ഒന്നുചേർന്ന് വർക്ക് ചെയ്യുന്നു. നോക്കണേ, ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും പ്രശ്നങ്ങൾ പലപ്പോഴും നമുക്ക് മുഴമിച്ചു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും.
ജാതിയുടെ പേര് പറയുന്നു, മതത്തിന്റെ പേര് പറയുന്നു, സ്പർദ്ധ ജനിക്കുന്നു. സ്വന്തം മനുഷ്യനെ, സ്വന്തം സ്നേഹിതനെ, സ്വന്തം അയൽവാസിയെ കൊന്നറിയുവാൻ ഭയമില്ലാത്തവരുമല്ലോ ഒരു സമൂഹത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അതിന് പ്രചോദനം കൊടുക്കുന്ന കുറച്ച് രാഷ്ട്രീയ ബോധങ്ങളും. എന്നാൽ ഞാൻ പറയാറുണ്ട്, ഞങ്ങൾക്ക് രക്തദാനം ചെയ്യുന്ന ഒരു ടീമുണ്ട്. ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ നല്ല ഹിന്ദുവാണ്, ബ്രാഹ്മണനോ മറ്റേതെങ്കിലും കൂടിയ ജാതിയാണ്, അല്ലെങ്കിൽ ഞാനൊരു മുസ്ലിമാണ്, അല്ലെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ്. നല്ല ക്രിസ്ത്യാനികളെ നോക്കി പാസ്റ്റർ ബി പോസിറ്റീവ് രക്തം കിട്ടുവാണെന്ന് ഒരാളും ഇന്നുവരെ എന്നോട് ചോദിച്ചിട്ടില്ല. ആശുപത്രിയുടെ വാരാന്തെങ്കിലും ഭ്രാന്തനെ പോലെ ഓടി നടന്നിട്ട് കറുത്തവനായിക്കൊള്ളട്ടെ, ആദിവാസി ആയിക്കൊള്ളട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവനായിക്കൊള്ളട്ടെ, ഏത് മതത്തിൽപ്പെട്ടവനായിക്കൊള്ളട്ടെ, ഏത് വർഗത്തിൽപ്പെട്ടവനായിക്കൊള്ളട്ടെ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ രക്തമാണ് ഞങ്ങൾക്ക് ആവശ്യം. ഇന്നുവരെ ആരും പറഞ്ഞിട്ടില്ല എനിക്ക് ഇന്ന ജാതിയിൽപ്പെട്ടവന്റെ, അത് ഇന്ന കാറ്റഗറിയിൽപ്പെട്ടവന്റെ രക്തം വേണമെന്ന് ഒരുവനും എന്നോട് വരെ പറഞ്ഞിട്ടില്ല. ആ ജീവൻ പോകുന്ന സമയം വരുമ്പോൾ എന്തെങ്കിലും രക്തം കിട്ടിയാൽ മതി ജീവൻ നിലനിർത്തുവാൻ. പ്രിയരെ, നമ്മളുടെ പ്രദേശവാസികൾ നമ്മൾ അന്യോന്യം സ്നേഹിക്കുക, ഈശ്വരബോധമുള്ളവരായി തീരുക, മാനുഷിക മൂല്യം നഷ്ടപ്പെടാത്ത ജീവിതങ്ങൾ നയിക്കുക. കോവിഡ് എന്ന് പറഞ്ഞൊരു മഹാമാരി വന്നു, നമ്മളെ ഈശ്വരൻ പലതും പഠിപ്പിച്ചു. കോവിഡിലൂടെ പലതും പഠിച്ചു. 2018 ഒരു വലിയ ജലപ്രളയം കേരളം കണ്ടു. ആ പ്രവർത്തനത്തിൽ, ആ തകർച്ചയിൽ അതേ വിഷൻ ജ്യോതിയുടെ ജീവകാരുണ്യ പ്രവർത്തകരാകുന്ന ഒരുപറ്റം ചെറുപ്പക്കാർ ഞങ്ങൾ അതേ കേരളത്തിന്റെ ഫലഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് കോഴഞ്ചേരി അപ്രകാരമുള്ള പ്രദേശങ്ങളിലൊക്കെ വെള്ളത്താൽ മുങ്ങപ്പെട്ട 3-4 നില കെട്ടിടങ്ങളൊക്കെ മണ്ണുകൊണ്ട് കൊഴിഞ്ഞു കിടന്നത് ഞങ്ങൾ ടീമായിട്ട് പോയിട്ട് അതിനുവേണ്ട വാഹനങ്ങളും ഉപകരണങ്ങളും മോട്ടറുകളും എല്ലാം ഉപയോഗിച്ച വീടുകളൊക്കെ സൗജന്യമായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുന്ന സമയത്തുണ്ടായിരുന്നു. അവിടെയൊക്കെ കണ്ട ഒരു വിഷയമുണ്ട്. ചില വീടിന്റെ മുൻപിലൊക്കെ തിരിഞ്ഞും പിരിഞ്ഞും ക്യാമറയാ, റോഡിലേക്ക് ഒരു ക്യാമറ, ഗേറ്റിന് മുൻപിൽ ഒരു ക്യാമറ, അങ്ങേ മതിലിന്റെ മൂലയ്ക്ക് ഒരു ക്യാമറ, വീടിന്റെ മേളിൽ 2 ക്യാമറ തെക്കോട്ടും വടക്കോട്ടും ഇരിക്കുന്നു. എന്നാൽ ആ വീട്ടില് നല്ല വെള്ളമൊക്കെ പോലിരിക്കുന്ന ചേച്ചിമാരുണ്ടല്ലോ, അതുവഴി ഓളടിച്ചു വരുന്ന ഉച്ചഭക്ഷണം തരുന്നവർ വരുമ്പോൾ ആ കോടികളുടെ വീടുകളിൽ പാർത്ത കോടീശ്വരി പോലും ലൈനിൽ നോക്കി നിൽക്കുകയാണ്. കറുത്തവനോ വെളുത്തവനോ ആരെന്നറിയുന്നില്ല, ആരോ എവിടെയോ ഉണ്ടാക്കിയ പൊതി വാങ്ങിച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ഇടയാറുമുള്ളൊരു വീട്ടിൽ ഞങ്ങൾ വീട് വാഷ് ചെയ്യാൻ ചെന്നപ്പോൾ അവിടെ ഒരു അപ്പച്ചൻ പറയുകയാണ്, പാസ്റ്റേ 4-5 ദിവസമാണ് വാട്ടർ ടാങ്കിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് നേരം വെളുപ്പിച്ചതെന്ന്. 4 ദിവസം സ്വന്തം വാർദ്ധക്യത്തിലായിരിക്കുന്ന അമ്മയെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് വാട്ടർ ടാങ്കിന്റെ മുകളിലിരുന്ന് 4 ദിവസം 4 ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടിയെന്ന്. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് അനുഭവത്തിന്റെ പച്ചയായ വെളിച്ചത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ഞങ്ങൾ പലയിടങ്ങളിലും പശ്ചാത്തലമായിട്ട് പോകുമ്പോൾ സകല ജാതി മതസ്ഥരും ലൈനിൽ നിൽക്കുകയാണ്. അവിടെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇന്ന ജാതിയിൽപ്പെട്ടവരായതുകൊണ്ട് ഞങ്ങളുടെ ജാതിയിൽപ്പെട്ടവരുടെ ഭക്ഷണം മതിയെന്ന് ഒരുവനും പറയാൻ തന്റെ ഇടമുണ്ടായിട്ടില്ല. മാംസവും മത്സ്യവും കഴിക്കാത്ത വ്യക്തിയാണെങ്കിൽ അങ്ങനെയുള്ള പൊതിയിൽ നിന്നും ആ ഒരു ഭാഗം കൈകൊണ്ട് മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ളത് ആവേശത്തോടെ ആർത്തിയോടെ കഴിക്കുന്നത് കണ്ടവരാണ് ഞങ്ങൾ. ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴാണ് ഇവിടുത്തെ ചില ചേട്ടന്മാരുടെ നെഞ്ചുവിരിപ്പും ചില പുള്ളികളുടെയൊക്കെ ആ ഒരു വലിയ വർത്തമാനം പറയുമ്പോണ്ടല്ലോ വെറും പുച്ഛമാ തോന്നുന്നത്. ഒന്നുമില്ല സ്നേഹിത, 4 പ്രാവശ്യം രാവിലെ എഴുന്നേറ്റു, ഒരു പ്രാവശ്യം കക്കൂസിൽ പോയി വന്നു, ഇച്ചിരി നേരം ഇരുന്നു, ഒന്നുകൂടെ പോകണമെന്ന് തോന്നി, പിന്നെയും പോയി, തന്റെ അടുത്തോടെ പോയി, ആരോടും പറഞ്ഞില്ല. 3ാമതും പോയി, 1 മണിക്കൂറിനുള്ളിൽ 3 പ്രാവശ്യം കക്കൂസിൽ പോയി. രാവിലത്തെ പ്രഭാത ദിനചര്യയാണ്. 4ാമത്തെ പ്രാവശ്യം പോയി കഴിഞ്ഞുണ്ടല്ലോ അമ്മയെ വിളിക്കും, അമ്മയെ ഒന്ന് ഓടിവായോ, ഭാര്യയെ വിളിക്കും. മസിൽ പവർ ഉള്ളവന്റെ മസിലുകൾ വിറയ്ക്കാൻ തുടങ്ങും, തായും ഹൃദയം പതറും. അവനെ സഹായിക്കുവാൻ ഒരുവൻ കൂടെ ഉണ്ടായാൽ മാത്രമേ നമ്മൾ ഡെയിലി ചെയ്യുന്ന ദിനചര്യകളിൽ 4 പ്രാവശ്യം അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ സഹായം വേണം. ഇത്രയേ ഉള്ളൂ ചേട്ടാ, ഇത്രയേ ഉള്ളൂ. ഒരു കയമ്പും തന്നെ ആരോഗ്യമുള്ളപ്പോഴത്തെ എടുക്കുകയുള്ളൂ. നമ്മളെ ചങ്കൂറ്റവും വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞാണ്ടല്ലോ എന്തോ സംഭവമാണെന്ന് ഒരു ചുക്കുമല്ലെന്ന് ജീവിതത്തിന്റെ അനുഭവത്തിൽ കണ്ടവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം പറയുന്നു, ഈ മണ്ഡലങ്ങൾക്ക്, ഈ തലങ്ങൾക്കൊക്കെ മാറ്റമുണ്ടാവണമെങ്കിൽ ഈശ്വരബോധമുണ്ടാകണം. നമ്മുടെയൊക്കെ വീടുകളിൽ സന്ധ്യാപ്രാർത്ഥന ഉണ്ടാകണം, ഈശ്വര ചിന്തകൾ ഉണ്ടാകണം. കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസമുള്ളവരും അപ്പോൾ തന്നെ ഈശ്വര മൂല്യം നഷ്ടപ്പെടാത്ത തലമുറകളാക്കി വളർത്തിയെടുക്കണം. നാളേക്ക് ഒരു നല്ല തലമുറ നിങ്ങൾക്ക് വേണ്ടേ? നാളേക്ക് വിദ്യാഭ്യാസമുള്ള തലമുറ വേണ്ടേ? മദ്യത്തിന് മയക്കുന്നതിന് അടിമയാകാത്ത തലമുറ വേണ്ടേ? അതിനുവേണ്ടി ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് മാതാപിതാക്കൾ ഈശ്വരബോധമുള്ളവരായി തീരുക.
ഈശ്വരബോധമുള്ള മാതാപിതാക്കൾക്ക് അതിനൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ സാധിക്കും. നാളേക്കുള്ള നമ്മുടെ ജീവിതം ഭദ്രമായി തീരാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. ഇന്നേക്ക് 2000 വർഷത്തിന് മുൻപ് ഈ ലോക ചരിത്രത്തെ AD എന്നും BC എന്നും 2000 ഉപയോഗിച്ച ചരിത്ര മനുഷ്യനുണ്ട്. അവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ ലോക ചരിത്രത്തിൽ സകല മനുഷ്യരും അംഗീകരിക്കുന്നില്ലെങ്കിലും പ്രാവർത്തികമായ ജീവിതത്തിൽ ഇതാ 2024 ഏപ്രിൽ മാസം 18-ാം തീയതി എന്ന് ഇന്ന് പറയുന്ന സകല മനുഷ്യർക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. അതിന് കാരണഭൂതനായി തീർന്നത് ഞാൻ പ്രസംഗിക്കുന്ന യേശു എന്ന് പറയുന്ന ഒരുവൻ മാത്രമാണ്. സകല മകന്മാരും ഉലക മകന്മാർ സകലരും ഒരുപോൽ ഉറങ്ങുന്ന കല്ലറയിലെന്നാൽ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ ജീവിക്കുന്നു. ഇന്നും തുറന്നൊരു കല്ലറയുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ കല്ലറ മാത്രമേ ഉള്ളൂ. പ്രിയരേ, എത്ര മഹാന്മാർ, പണ്ഡിതന്മാർ, സ്വത്തന്മാര്, എത്ര വര്യന്മാര്, പ്രമാണിമാരൊക്കെ നമ്മുടെ ഈ രാജ്യത്തിൽ ജീവിച്ചു. ലോകരാഷ്ട്രങ്ങളെ നിയന്ത്രിച്ചവരൊക്കെ അവരൊക്കെ മരിച്ചു, മണ്ടോളം മണ്ണ് ചേർന്ന് മറഞ്ഞുപോയി. എന്നാൽ ഒരു തച്ചന്റെ മകനുണ്ടായിരുന്നു. അതേ യഹൂദിയിലെ ബേത്ലഹേമിൽ ജനിച്ച് ജീവിച്ചു 33 വയസ്സ് വരെ ജീവിച്ചവൻ യേശു മാത്രമേ മരിച്ചവിടെ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ. അതാണ് ഞങ്ങൾ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ മുഖ്യ കാരണമായി തീർക്കുന്നത്. ഇന്നും ജാതി മതഭേദമില്ലാതെ ഇവിടെ ഞങ്ങളുടെ ഇടയിൽ ഷമീറുണ്ട്, ഞങ്ങളുടെ ഇടയിൽ ശങ്കരനുണ്ട്, ഞങ്ങളുടെ ഇടയിൽ ശശിയുണ്ട്, ഞങ്ങളുടെ ഇടയിൽ കുട്ടപ്പനുണ്ട്, ഞങ്ങളുടെ ഇടയിൽ ജോസഫുണ്ട്, പൗലോസുണ്ട്. എല്ലാവരും ചേർന്ന് ജാതി മത ചിന്തകൾക്കപ്പുറമായിട്ട് ഈ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ കാരണം സകല മാനവകുലത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി 3-4 പേർ തൂങ്ങി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റാൻ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു എന്ന് പറഞ്ഞ ആ നസ്രയനായ യേശു ഒരുവൻ മാത്രമേ ഉള്ളൂ. അവിടെ ജാതി മതഭേദമില്ല. ഇത്ര പ്രായം കഴിഞ്ഞാൽ വന്നുകൂടാ എന്നില്ല, ഇത്ര പ്രായം കഴിഞ്ഞിട്ടേ വരാവൂ എന്നില്ല, നിങ്ങൾ ഇന്ന മതത്തിലാണ് വരണമെന്നില്ല, നിങ്ങൾ ഇന്ന ജാതിയാണെങ്കിൽ ഇങ്ങോട്ട് അടിക്കണമെന്ന് പറയത്തില്ല. സകല ജാതി മതക്കരും ജാതി മതവർഗമെന്ന കുബേര കുചേല പണ്ഡിത പാമരോ അവർണ്ണ സവർണ്ണ സ്ത്രീ പുരുഷൻ വിദ്യാവിഹീനെന്നോ വിദ്യാസമ്പന്ന വ്യത്യാസമില്ലാതെ സകല മനുഷ്യർക്കും ഏത് സമയത്തും എവിടെ നിന്ന് വിളിച്ചാലും ഇതിന്റെ വെളിപ്പുറത്ത് വരുന്നവനാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു. ആ യേശുവിനുള്ള സമാധാനം നിങ്ങൾക്കുണ്ടാകുമാറാകട്ടെ. ഈ ദേശത്തിലെ ആത്മഹത്യകൾ വിട്ടുപോകട്ടെ, ഈ ദേശത്തിലെ അനാശാസ്യ പ്രവർത്തനങ്ങൾ വിട്ടുപോകട്ടെ, ഈ ദേശം സന്തോഷവും സമാധാനവും ഉള്ളതായ ഒരു ദേശമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയരേ, ഇതെല്ലാം കാലം മറിയാൻ പോവുകയാണ്. ഇവിടെ കോവിഡിന്റെ കാറ്റിലും മറ്റേ 100 മടങ്ങ് ശക്തിയുള്ള ഏതോ ഒരു രോഗം വരുന്നു എന്ന് വൈദ്യശാസ്ത്രം പറയുന്നു, ശാസ്ത്രലോകം പറയുന്നു. നാളത്തേക്ക് എന്താവും? നാളത്തെ അവസ്ഥ എന്താവും? ആരറിഞ്ഞു? നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല. നാളത്തെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് നല്ലൊരു മുഖ്യമന്ത്രി ഉള്ളതുകൊണ്ട്, ഭാരതത്തിൽ നല്ലൊരു പ്രധാനമന്ത്രി ഉള്ളതുകൊണ്ട്, സംവിധാനങ്ങളെല്ലാം ഏറ്റവും ഉത്തമമായതുകൊണ്ട്, ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഭരണ സംവിധാനവും അത് നിയമ സംഹിതകളും നമുക്കുള്ളതുകൊണ്ട് സ്നേഹിത സമാധാനമായി ജീവിക്കുവാനും നിത്യരക്ഷ പ്രാപിക്കാനും നിത്യസ്വർഗത്തിൽ പോകാനും താങ്കൾക്ക് പറ്റുകയില്ല. അത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. ആയതുകൊണ്ട് വചന ഇപ്രകാരം പറയുന്നത് കണ്ടാൽ ഞാൻ വാതിക്കൽ വിട്ടുന്നു, നീ ഹൃദയം എന്ന കവാടം തുറന്ന ഞാൻ നീ എന്നോട് കൂടി താഴെ കഴിക്കും. എങ്ങും പോകണ്ട. ഇത്ര ദിവസം നേർച്ചയെടുത്ത് നോയമ്പെടുത്തിട്ടൊന്നും പോകണ്ട. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ, കിടക്കുന്ന കിടക്കയിൽ, അവസ്ഥയിൽ സ്ത്രീയോ പുരുഷനോ ഭേദമില്ല. യേശുവേ ദാവീദുപുത്രാ എന്നോട് കരുണ ഉണ്ടാകണമെന്ന് വ്യക്തമായി വിളിച്ചു പറഞ്ഞതുപോലെ ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ആഗ്രഹിച്ചാൽ മതി. പ്രിയരേ, ചൂളവലകത്തുന്നൊരു ദിവസം വരുന്നു. സകല അഹങ്കാരികളും സകല ഭാവികളും നിത്യനരകത്തിൽ പോകുന്ന കാലം ഇതാ അടുത്തിരിക്കുന്നു. ഇന്ന് നിന്റെ പ്രാണൻ നിന്നെ വിട്ടു പോയാൽ എന്റെ സ്നേഹിത, നിന്റെ ആത്മാവ് നിത്യ നരകത്തിലായിരിക്കുമോ നിത്യ സ്വർഗത്തിലായിരിക്കുമോ? ജീവിച്ചിരിക്കും കാലത്തിൽ ഈ സത്യം ഗ്രഹിച്ച് ജീവനുള്ള ദൈവത്തെ അറിഞ്ഞ് ആത്മരക്ഷ പ്രാപിച്ച് ആ കത്തുന്ന തീപ്പകയിൽ നിന്ന് രക്ഷ പ്രാപിച്ചു പോകണം. ഇതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിരിക്കും നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് വളരെ വിനയപൂർവ്വം വളരെ ശ്രേഷ്ഠതയോടുകൂടി ഇത്രയും ഞങ്ങളെ ശ്രമിച്ച നിങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്തിൽ സമാധാനവും സന്തോഷവും സ്വസ്ഥത ഉണ്ടാകുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇരിപ്പിടത്തിൽ തന്നെ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളെ നേരിപ്പോകുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും ആ പ്രശ്നത്തിന് പേരിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് യേശുവേ ദൈവമേ, എന്റെ പ്രശ്നങ്ങൾക്ക്, എന്റെ ഭാര്യയുടെ രോഗം, എന്റെ ഭർത്താവിന്റെ രോഗം, ജീവിതത്തിലെ കടഭാരങ്ങൾ, അത് ഒഴിയാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, വിവിധമായ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളുടെ മൊത്തമുള്ള വേദനകൾ, ഇങ്ങനെയൊക്കെ ഭാരപ്പെടുന്ന മാതാവേ, പിതാവേ, അപ്പച്ച, അമ്മച്ചി, ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ യേശുവിനോട് വാക്ക് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൽ നിന്ന് ആശ്വാസം ലഭിക്കും.
അതിനുവേണ്ടി നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇവിടെ കേൾക്കപ്പെട്ട ദൈവത്തിന്റെ പദവി ഈ ദേശത്തിന് അനുഗ്രഹത്തിനും നന്മയ്ക്കും സമാധാനത്തിനും കാരണമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇവിടെ യുവതിനെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ജിൻസൺ കളമനട്ട നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ദൈവം മഹോന്നതനായ ദൈവമാണ്. ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. ദൈവത്തിന് കഴിയാത്തതായിട്ടുള്ള ഒരു കാര്യവുമില്ലല്ലോ. ഇന്ന് പകൽക്കാലം ഈ ദേശത്തിൽ കടന്നു വന്ന് സർവശക്തനാകുന്ന ദൈവത്തെ ഈ ദേശത്തിൽ ഉയർത്തുക ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ വചനം കേട്ട എല്ലാ നല്ലവരായ ജനങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ ഏതായാലും, അവർ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധികളായാലും ഇന്ന് പകൽക്കാലം ദൈവത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ലല്ലോ. അങ്ങയുടെ കരങ്ങളിലേക്ക് ആ പ്രശ്നത്തെ, ആ പ്രതികൂലത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം കേട്ടത് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലായി, അനുഗ്രഹമായി, സൗഖ്യമായി ദൈവം വെളിപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. തിരുസാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കണം. എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ടും ദൈവം ഈ ദേശത്തെ നിറയ്ക്ക് മാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങൾ കടന്നു പോകുന്നു. തിരുസാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കണം. ഇന്ന് പകൽക്കാലം ഇവിടെ ദൈവജനം സംസാരിച്ച പ്രിയ ദൈവദാസനെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവജനങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷയിൽ ഏറ്റവും അനുഗ്രഹമായി മാറുവാൻ ദൈവം സഹായിക്കുമാറാകണം. ഈ ദേശം ദൈവത്തിന്റെ സമാധാനം അറിയുവാൻ, ദൈവത്തിന്റെ സന്തോഷം അറിയുവാൻ ദൈവം ഇടപെടുത്തണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഏക നാമം യേശുക്രിസ്തു എന്ന നാമമാകിയ ആ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് ദൈവമക്കളായി മാറി ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ, ദൈവിക സമാധാനം അനുഭവിക്കുവാൻ, ദൈവ സന്തോഷം അനുഭവിക്കുവാൻ പ്രിയ ദൈവമക്കളെ ദൈവം സഹായിക്കണം. എല്ലാ മഹത്വം അങ്ങെടുക്കണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.